ശ്രീ കെ പി നൌഷാദ് അലി, അൻവർ പറഞ്ഞു, താങ്കൾ കേട്ടിട്ടുണ്ടാവും. അൻവർ സർവാത്മന പിന്തുണയ്ക്കുകയാണ് യു.ഡി.എഫിനെ. പിണറായി വിജയനെ പരാജയപ്പെടുത്തുകയാണ് ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ യു.ഡി.എഫ് ആണ് തീരുമാനിക്കേണ്ടത്. നിങ്ങളുടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയെ വരെ പി വി അൻവർ നിശ്ചയിച്ചു തന്നു. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുമില്ല, സ്വീകരിക്കൽ. അല്ല, ഇവിടെ ഈ അൻവറിന് ഇത്തരത്തിലുള്ള ചില പ്രയോറിറ്റികൾ നിശ്ചയിക്കുന്നതിൽ ചിലയിടങ്ങളിലൊക്കെ അൻവർ വീഴ്ച കാട്ടുന്നതാണ് അൻവറിൻ്റെ ഒരു പ്രശ്നമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ, അതുപോലെ തന്നെ ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോഴൊക്കെ അദ്ദേഹത്തിന് ഇതേ സമീപനമാകാമായിരുന്നു. പക്ഷേ അദ്ദേഹം മറിച്ചാണ് കാര്യങ്ങൾ നീക്കിയത്. അതുപോലെ തന്നെ അദ്ദേഹം ഇതിനിടയിൽ പറയുന്ന ഒരു കാര്യത്തിൽ എനിക്ക് ചെറിയ വ്യക്തത കുറവുണ്ട്. കാരണം അദ്ദേഹം പറയുന്നു, രാഷ്ട്രീയത്തിലൊന്നും ഇരുമ്പൊലക്കെ അല്ല, ഇതൊക്കെ വിഴുങ്ങാവുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ലൈൻ. അപ്പോൾ അങ്ങനെ രാഷ്ട്രീയത്തിൽ നയവും ആദർശവും ഒക്കെ പിന്നെ സമയബന്ധിതമായിട്ട് മാറ്റുന്ന, കൂടുവിട്ട് കൂടുമാറുന്ന ഒരു സിസ്റ്റമല്ല രാഷ്ട്രീയത്തിൻ്റേത് എന്നുള്ള ആ ഒരു കാര്യം കൂടി അദ്ദേഹം എന്തുകൊണ്ട് ശ്രദ്ധിക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെ ഇന്ന് അദ്ദേഹം കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഉന്നയിച്ച അഴിമതി ആരോപണത്തിൽ നിന്ന് നിരുപാധികം പിന്മാറുകയും അദ്ദേഹം പ്രതിപക്ഷ നേതാവിനോട് മാപ്പ് പറയുകയും അദ്ദേഹം അതിനുള്ള സാഹചര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു. അത് കേരള രാഷ്ട്രീയത്തിലൊരു ഇദം പ്രഥമമായുള്ള നടാടയുള്ള ഒരു സംഭവമാണ്. കേരളം വളരെ കൗതുകത്തോടെയാണ് അത് നോക്കിക്കണ്ടത്. പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിൻ്റെ മാപ്പപേക്ഷ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊക്കെ ആരെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കുന്നതിനനുസരിച്ചൊക്കെ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലിൽ ഇരുന്നു കൊണ്ട് സ്വയം അബദ്ധമെന്ന് ബോധ്യമുള്ളതൊക്കെ പറയുന്നൊരു സാഹചര്യം, ഇത്തരത്തിലൊക്കെ ഒരുപാട് രാഷ്ട്രീയ അപക്വ നിലപാടുകൾ അൻവർ തിരുത്തി മുന്നോട്ട് വരുമ്പോൾ തീർച്ചയായും അപക്വമായ ധാരാളം നിലപാടുകൾ എടുത്തിട്ടുണ്ട് എങ്കിൽ ശ്രീ കെ പി നൌഷാദ് അലി, യു.ഡി.എഫ് സർവാത്മന സ്വാഗതം ചെയ്താൽ, എടുത്ത് യു.ഡി.എഫിനകത്ത് വെച്ചാൽ പിന്നീട് ബാധ്യതയാകുമോ, മറ്റൊരു പി സി ജോർജ് ആകുമോ എന്ന ഭയം, എന്ന ആശങ്ക യു.ഡി.എഫ് നേതൃത്വത്തിന് സ്വാഭാവികമായും അങ്ങനെയാണെങ്കിൽ ഉണ്ടാവണ്ടേ? അല്ല, യു.ഡി.എഫ് നേതൃത്വം എന്ന് പറഞ്ഞാൽ പരിണതപ്രജ്ഞരായ ഒരുപാട് മലരികളും ചുഴികളും ഒക്കെ കണ്ട് അതിനെ അഭിമുഖീകരിച്ച വലിയ അനുഭവ സമ്പത്തുള്ള നേതാക്കൾ അടങ്ങുന്നൊരു ബോഡിയാണ് യു.ഡി.എഫ്. യു.ഡി.എഫ് ഇതുവരെ ഇത്തരമൊരു കാര്യം ചർച്ചയ്ക്ക് എടുത്തിട്ടില്ല. ചർച്ചയ്ക്ക് എടുക്കുമ്പോൾ അതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ട് പക്വമായ ഒരു തീരുമാനത്തിലെത്താനുള്ള നേതൃമികവ് യു.ഡി.എഫിനുണ്ട്. അത് ആ സമയമാകുമ്പോൾ പ്രകടിപ്പിക്കുമെന്ന് എല്ലാ നേതാക്കളും പറഞ്ഞിട്ടുണ്ട്. യു.ഡി.എഫിലെ പ്രബല ഘടകകക്ഷികൾ ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കളും അത് പറഞ്ഞിട്ടുണ്ട്. അത്തരമൊരു രാഷ്ട്രീയ സാഹചര്യം വരുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാം. ഏതായാലും പിണറായി വിജയനെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുക എന്ന അൻവറിന്റെ മുദ്രാവാക്യവും അതിനാനുപാതികമായി അദ്ദേഹം സർക്കാരിനെതിരെ പറയുന്ന കാര്യങ്ങളൊക്കെ വലിയ കഴമ്പുള്ള ഒന്നാണ് എന്ന് ജനം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. യു.ഡി.എഫ് അത് നോക്കിക്കാണുന്നുണ്ട്. തീർച്ചയായിട്ടും രാഷ്ട്രീയമല്ല, ഇത് പുരോഗമിക്കട്ടെ, നമുക്ക് കാത്തിരിക്കാം എന്ന ഒരു സമീപനമാണ് എന്തായാലും ഇപ്പോൾ യു.ഡി.എഫ് കൈക്കൊള്ളുന്നത്.